തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തു മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി 2 ആഴ്ച സമയമാണ് ഇതിനായി അനുവദിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തുമാറ്റണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി 2 ആഴ്ച സമയമാണ് ഇതിനായി അനുവദിച്ചത്. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് കോടതി പറഞ്ഞു. 3 ദിവസത്തിനുള്ളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം തയ്യാറാക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. ഒരു തരത്തിലും അനധികൃതമായ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒട്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവം പുലർത്തണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. 15-ാം വാർഡിലാണ് അനിൽ അക്കര സ്ഥാനാർത്ഥിയാവുക. AICC അംഗം കൂടിയായിട്ടുള്ള അനിൽ അക്കര പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് സുപ്രധാനമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻ MLA അനിൽ അക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് അനിൽ അക്കര മത്സരിക്കുക. വടക്കാഞ്ചേരി മുൻ MLA ആണ് അനിൽ അക്കര. 2000 മുതൽ 2010 വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. 2000 മുതൽ 2003 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. 2003 മുതൽ 2010 വരെ പഞ്ചായത്ത് പ്രസിഡന്റായി. ഈ കാലയളവിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. 2010-ൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി. 2.5 വർഷം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി. 1 മാസം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റായി. 2016-ലാണ് MLA ആയത്. 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. 2021-ൽ 15,000-ഓളം വോട്ടിന്റെ പരാജയം ഏറ്റുവാങ്ങി. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശനിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന് തെക്ക് കിഴക്കൻ, മധ്യ കിഴക്കൻ, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. തെക്കൻ ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.
സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം തുടരും. നാളെയും മറ്റന്നാളും ശനിയാഴ്ചയും OP ബഹിഷ്കരിക്കും. OP തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ഔദ്യോഗിക ചർച്ചകളും ബഹിഷ്കരിക്കും. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ OP ബഹിഷ്കരണം തുടരും. ഔദ്യോഗിക കത്തിടപാടുകൾക്ക് മറുപടി നൽകില്ല. മറ്റ് സ്ഥിതിവിവര കണക്കുകളും കൈമാറില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA നടത്തുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെയും അനുകൂലമായ തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് 5ാം ആഴ്ചയും OP ബഹിഷ്കരണം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ സംഘടന തീരുമാനിച്ചത്. ലേബർ റൂം, അത്യാഹിത വിഭാഗങ്ങൾ, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം ഉണ്ടായില്ലെന്നതിനാൽ സമരം തുടരാൻ KGM-CTA തീരുമാനിച്ചിരുന്നു. മീഡിയ ടൈം, കൊച്ചി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കും. വെള്ളിയാഴ്ച 3 മണി വരെ പത്രിക സമർപ്പിക്കാം. ഇന്നലെ മാത്രം 35,410 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഇതുവരെ ആകെ 42,401 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. കൊടകരയിൽ KSRTC ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന KSRTCയുടെ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. ഇടിച്ച ലോറി നിർത്താതെ പോയി. പരിക്കേറ്റവർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കൊടുങ്ങല്ലൂർ അഴിക്കോട് മുനയ്ക്കൽ കടപ്പുറത്ത് ബോട്ടിടിച്ച് ചീനവലകൾ തകർന്നു. മടത്തിപ്പറമ്പിൽ ശ്രീജേഷ്, കൈമപ്പറമ്പിൽ പുഷ്പൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള 2 ചീനവലകളാണ് നശിച്ചത്. ബുധനാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. അഴിമുഖത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന ബോട്ടാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ചരിത്രപ്രസിദ്ധമായ കൊടകര കുന്നത്രിക്കോവിലിൽ ഷഷ്ടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ദാമോദരൻ, മേൽശാന്തി ശെമന്ത് ശർമ്മ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് D. നിർമ്മൽ, സെക്രട്ടറി E. രവീന്ദ്രൻ, ട്രഷറർ മുകുന്ദൻ M, ഭാരവാഹികളായ നാരായണൻ മാരാർ, EN അജിത് കുമാർ, ക്ഷേത്ര ഭാരവാഹികളും വിവിധ ഷഷ്ടി സമുദായ ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു. നവംബർ 26-നാണ് പ്രസിദ്ധമായ കൊടകര ഷഷ്ടി. അന്നമനട ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്തുരാജന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണുകാടൻ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ മൊബിൻ അറക്കൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ച നടന്നു. തുടർന്ന് സ്നേഹവിരുന്ന്, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ, റൂബി ജൂബിലി സമാപന പൊതുസമ്മേളനം എന്നിവ നടന്നു. നവംബർ 22, 23 തീയതികളിലാണ് തിരുനാൾ. ഗതാഗതത്തിന് തടസ്സമായി കിടക്കുന്ന പൈപ്പുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ നിരാഹാര സമരം. എയ്ഡ്സ് എയ്ഡ് ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് സമരം നടത്തിയത്. ചൗക്ക എലിഞ്ഞപ്ര റോഡിൽ സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപമാണ് പൈപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതുമൂലം ഈ ഭാഗം അപകടക്കെണിയായി മാറുകയാണ്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി 2 വർഷം മുമ്പാണ് ഇവിടെ പൈപ്പുകൾ കൊണ്ടുവന്നിട്ടത്. ഇതുവരെയും ഇവ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പൈപ്പുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയത്. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബ്ബും കറുകുറ്റി അപ്പോളോ അറ്റ്ലസ് ആശുപത്രിയും ചേർന്ന് മേലൂർ ശ്രീധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ വെച്ച് ദന്തവിഭാഗം ജനറൽ മെഡിസിൻ ക്യാമ്പ് നടത്തി. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G. പത്മനാഭസ്വാമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റോട്ടറി ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് PD ദിനേശ്, ജീസൺ, അപ്പോളോ ഡോക്ടർമാരായ മിന്നു, ഡെന്നി, ജഗദ്ഗുരു ട്രസ്റ്റ് സെക്രട്ടറി KP ഹരിദാസ്, ട്രഷറർ TN രാമൻ, പ്രധാന അധ്യാപിക CM റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു.
ഇനി എൻ്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇപ്പോൾ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത്. കൊടുങ്ങല്ലൂരിനടുത്ത് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ് എടവിലങ്ങ്. ഇന്ന് നമുക്ക് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് എടവിലങ്ങ്. പഴയ ദ്രാവിഡ പെരുമയുടെ കാലത്തെ ഏതോ കാവിനെ സൂചിപ്പിക്കുന്ന പദത്തിൽ നിന്നാണ് എടവിലങ്ങ് എന്ന സ്ഥലനാമത്തിന്റെ ഉദ്ഭവം എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു കൊച്ചു പഞ്ചായത്താണ് എടവിലങ്ങ്. പ്രാദേശികമായി മത്സ്യബന്ധനവും കൈതോല അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് ജീവനോപാധി തേടിയ സാധാരണ ജനം. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയാണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ഭരണം നടത്തുന്നത്. നിഷ അജിതനാണ് നിലവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാനായതാണ് ഭരണസമിതിയുടെ പ്രധാന നേട്ടമായി നിഷ അജിതൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങൾ എടവിലങ്ങ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ 14 വാർഡാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഫണ്ട് കുറവുള്ള ഒരു പഞ്ചായത്താണ് എടവിലങ്ങ് പഞ്ചായത്ത്. എന്നിരുന്നാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ലൈഫ് മിഷനാണ്. ഞങ്ങൾ കയറിയതിന് ശേഷം 150 വീടുകൾ ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യത്തിനും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പദ്ധതിയിൽ ക്യാമറ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് എടവിലങ്ങ് പഞ്ചായത്തിൻ്റെ തനതായ ഒരു പാരമ്പര്യ കൃഷിയാണ് തഴപ്പായ, അതുപോലെ തന്നെ പൊട്ടുവെള്ളരി. തഴപ്പായക്കും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടുവെള്ളരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാലിന്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വരുന്ന ഫണ്ട് അനുസരിച്ച് ഞങ്ങൾ എല്ലാ വാർഡുകളിലേക്കും റോഡ്, കാന, വെള്ളക്കെട്ടുള്ളൊരു പ്രദേശമാണ് എടവിലങ്ങ് പഞ്ചായത്ത്. അപ്പോൾ കാനയും ഞങ്ങൾ പരമാവധി റോഡും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആരോഗ്യ മേഖലയിലേക്കാണ്. ആരോഗ്യ മേഖലയിലും ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഘടക സ്ഥാപനങ്ങളിൽ സോളാറ് ആരോഗ്യ മേഖലയിലാണ് ഞങ്ങൾ ആദ്യം വെച്ചത്. അതിനുശേഷം ഇപ്പോൾ ഹോമിയോ ഹോസ്പിറ്റൽ ഞങ്ങൾ കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഞങ്ങൾ കൃഷിഭവൻ, അതേപോലെ തന്നെ അവിടെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, വെറ്റിനറിയിലേക്കും ഞങ്ങൾ സോളാർ സ്ഥാപിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലൈഫ് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഞങ്ങളത് തന്നെയാണ് മുന്നിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സ്ഥലം ഇല്ലാത്തവരെ ലിസ്റ്റ് ഉണ്ട്, സ്ഥലവും വീടില്ലാത്തവരെ ലിസ്റ്റുണ്ട്, അതേപോലെ തന്നെ വീടില്ലാത്തവർ. അപ്പോൾ വീടില്ലാത്തവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്, സ്ഥലമില്ലാത്തവരെയും നമ്മൾ പരിഗണിച്ച് പദ്ധതിയിൽ നമ്മളതും വെച്ചിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഞങ്ങൾ കൊടുത്തിട്ട് പോവും. ഫണ്ട് വരുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കും. SC പ്രൊജക്റ്റിനും നമ്മൾ SCക്കാർക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കും. അതേപോലെ തന്നെ ഇപ്പോൾ തീരദേശ മേഖലയിലുള്ള ഒരു പഞ്ചായത്തുണ്ട്, അതുകൊണ്ട് ഫിഷർമാൻമാർക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് അവർക്ക് മത്സ്യത്തൊഴിലാളികളെ മക്കൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്കുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ തഴപ്പായാര ഒരു ഇതുകാരുണ്ട്, പായ നെയ്യണവർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് നമ്മളൊരു താങ്ങൽ പദ്ധതി പോലെ അവർക്കും കൊടുക്കുന്നുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. തഴപ്പായ, പൊട്ടുവെള്ളരി കൃഷി എന്നിവയ്ക്ക് പഞ്ചായത്ത് പിന്തുണ നൽകി. നിഷ അജിതൻ പറയുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. വയോജനങ്ങൾക്ക് അതേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്, കട്ടിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും ഞങ്ങൾ മുൻതൂക്കം നൽകിക്കൊണ്ട് അവർക്കും സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട്, കട്ടിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലേക്കും റിംഗ് കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഈ ഹരിതകർമ്മസേനക്കാർ വേസ്റ്റ് എടുക്കുന്നത് കൊണ്ടുവന്നിടാനായിട്ട് ചെറിയ MCF ആണ്. ഇപ്പം ഞങ്ങൾ വലിയൊരു MCF ചെയ്യുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ശ്മശാനമില്ല, ശ്മശാനമുണ്ട്, അത് ക്രിമിറ്റോറിയ ആക്കി മാറ്റുകയാണ് ഞങ്ങൾ. അതിനും ഞങ്ങളിപ്പോൾ അത് MLA ആണ് ഞങ്ങൾക്ക് ബഡ്ജറ്റിൽ തന്നിട്ടുള്ളത്. അതിൻ്റെയും പണി ഇപ്പോൾ തന്നെ പൂർത്തീകരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിസ്ഥലമില്ല, അതിനു വേണ്ടി MLA ഫണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിപ്പോൾ കാരയിൽ സ്റ്റേഡിയം പണിത് തുടങ്ങിയിട്ടുണ്ട്. ഈ കൊല്ലം തന്നെ അതും പൂർത്തീകരിക്കും. ഫണ്ട് കുറവുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടെന്ന് പ്രസിഡന്റ് പറയുന്നു. എങ്കിലും മത്സ്യബന്ധന തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ നൽകിയും ഗതാഗത യോഗ്യമായ റോഡുകൾ നിർമ്മിക്കാനും പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയെന്ന് നിഷ അജിതൻ കൂട്ടിച്ചേർത്തു. എന്നാൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ കയർ, തഴപ്പായ മേഖലയെ തീർത്തും അവഗണിച്ച ഭരണസമിതിയാണ് ഇവിടെ ഭരിച്ചതെന്ന് പ്രതിപക്ഷാംഗമായ BJP നേതാവ് ഹരിദാസ് പറഞ്ഞു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഭൂവിസ്തൃതിയിലും ജനസംഖ്യാപരമായിട്ടും ഏറ്റവും ഒരു ചെറിയ ഗ്രാമപഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ സാംസ്കാരികപരമായും കാർഷികപരമായും ആധ്യാത്മികപരമായും കുറേ പാരമ്പര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത്. കൂടാതെ ഒരു സമയത്ത് കേരളത്തിൻ്റെ വ്യവസായ ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത്. കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തഴപ്പായ നിർമ്മാണം നടത്തി അതിൻ്റെ മാർക്കറ്റ്, ഏറ്റവും വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത്. അതേപോലെ തന്നെയാണ് കയർ വ്യവസായം. ഒരു തീരദേശത്തെ ഒരുമിക്ക വീടുകളിലും കയർ ഉൽപ്പാദിപ്പിക്കുന്ന സെൻറ്ററുകളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ തകർന്നു. കാരണം കാലങ്ങളായിട്ട് വിവിധ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ അത് തകർച്ചയുടെ വക്കത്തിലാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ തഴപ്പായ എന്ന് പറഞ്ഞാൽ നാമമാത്രമായ രീതിയിലാണ് നമ്മുടെ വീടുകളിൽ ഉള്ളത്. അതിന് കാരണങ്ങൾ അനവധിയാണ്, അത് പിന്നീട് വിശദീകരിക്കാം. അതേപോലെ തന്നെയാണ് കയർ വ്യവസായവും ഇപ്പോൾ നമ്മൾ നിലയിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള വിപണന സാധ്യതയും ഇല്ലാതെ കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഉൽപ്പാദിപ്പിച്ചിരുന്ന ആളുകളെല്ലാം തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയി. അതിന് കാരണം ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള ഈ പഞ്ചായത്ത് ഭരിച്ചിരുന്ന ആളുകളുടെ മനസ്സിലെ വികസന മുരടിപ്പാണ് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാവുന്നത്. കാരണം ഈ തഴപ്പായ എന്നുള്ള പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് അതിന് കൃത്യമായ മാർക്കറ്റ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മാർക്കറ്റ് ഇപ്പോൾ ബിൽഡിങ്ങുകളായി മാറി അത് വാടകയ്ക്ക് കൊടുത്ത് പഞ്ചായത്തിലേക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ആ പഞ്ചായത്തിൻ്റെ വ്യാവസായിക മനസ്സ് തരംതാന്നു. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം വരുന്നത് തഴപ്പായതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്ന ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട MLA അതിന് ഒരു പദ്ധതി ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പറയുന്നു. അത് എത്രത്തോളം പ്രാവർത്തികമാകുന്നത് ഇതിന് കണ്ടറിയാം. ഇവിടെ ഒരു തഴപ്പായ ഈ പരിശീലനം എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 10 ലക്ഷം രൂപയോളം ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. പക്ഷെ അത് എന്താ പറയുക, ആർക്കും ഉപയോഗമില്ലാത്ത രീതിയിൽ ഒരു ചെറിയൊരു കെട്ടിടം മാത്രമേ നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റും. തഴപ്പായ വ്യവസായത്തെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വളർത്തുന്നതിൽ പഞ്ചായത്ത് പരാജയപ്പെട്ടു. പൊട്ടുവെള്ളരി കൃഷിക്കും അവഗണനയാണ്. പുതിയ റോഡുകൾ ഉണ്ടായില്ലെന്നും ഹരിദാസ് കുറ്റപ്പെടുത്തി. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കാർഷിക വൃത്തിയിൽ കേരളത്തിലെ ഭൗമസൂചികാ പട്ടികയിൽ പൊട്ടുവെള്ളരിക്ക് ഭൗമസൂചികാ പട്ടികയിൽ ഇടം ലഭിച്ച ഒരു പഞ്ചായത്താണ് എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത്. കാരണം എടവിലങ്ങിൻ്റെ പൊട്ടുവെള്ളരി കേരളത്തിൽ ഇതുവരെ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റിയുള്ള പൊട്ടുവെള്ളരിയാണ്. ഇത്തരത്തിലുള്ള കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ കേവലം അവർക്ക് കൊടുക്കുന്ന കുറച്ച് പൈസ മാത്രമാണ് എടവിലങ്ങിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നത്. അതല്ലാതെ അവരെ കൃഷി സംബന്ധമായിട്ട് പരിശീലനം കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അത്തരത്തിലുള്ള നടപടിയൊന്നും ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു രീതി നിലവിലില്ല. കൂടാതെ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പുറകോട്ട് പോയി. കഴിഞ്ഞ 5 വർഷത്തെ കാലത്തിനിടയ്ക്ക് നമ്മുടെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ വീട്, വഴി, വെളിച്ചം, ഈ 3 കാര്യത്തിൽ പഞ്ചായത്തിന് യാതൊരു തരത്തിലുള്ള പുരോഗമനപരമായ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. പുതിയ റോഡുകളൊന്നും തന്നെ കാലങ്ങളായിട്ട് പൊതുവഴിയായിട്ട് ഉപയോഗിക്കുന്നതായാലും ജനങ്ങൾ വെള്ളക്കെട്ട് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുന്ന
റോഡ് പൊതുവഴികൾ പുതിയ റോഡുകൾ ആക്കണമെന്ന് ഒരുപാട് അപേക്ഷകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു. അതിന് യാതൊരു തരത്തിലുള്ള കാരണം ചെയ്യാൻ പറ്റിയ പരമാവധി പുതിയ റോഡുകൾ ഇവർ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നത് പരമാവധി ഒരു വാർഡിൽ 80 മീറ്ററോ 100 മീറ്ററോ നീളത്തിൽ മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിൽ തന്നെ റോഡ് മെയിൻ്റനൻസ് കഴിഞ്ഞ വർഷം യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ പറ്റിയില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അതിന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായി. പക്ഷേ ഭരണപക്ഷത്ത് നിന്ന് ഒരു ഇടപെടൽ നടത്തി കരാറുകാരെ കൊണ്ട് ആ വർക്ക് എടുപ്പിച്ച് ചെയ്യിക്കാനുള്ളൊരു ജാഗ്രത ഇവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. അത് നടപ്പിലായില്ല. ഇവരതിന് പദ്ധതികൾ അതിന് ക്രിയേറ്റ് ചെയ്യണം, പുതിയ പദ്ധതികൾ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഈ ഉള്ളതിനെ തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് മുൻകാലങ്ങളിലൊക്കെ എന്താണോ ചെയ്തിരുന്നത് അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകണം. കുറച്ച് പോത്തുകുട്ടിയായാലും മുട്ടക്കോഴിയായാലും യഥാർത്ഥത്തിൽ ഇതിനുള്ള കാർഷിക സംസ്കാരം വളർത്തിയെടുത്തുള്ള ഒരു പരിപാടിയൊന്നും ഈ ഭരണപക്ഷത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ജനസംഖ്യ അനുപാതത്തിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നിരവധി വെല്ലുവിളികൾ നേരിടുന്ന പഞ്ചായത്താണ് എടവിലങ്ങ്. കർമ്മ പദ്ധതികൾ ജനങ്ങളുടെ ക്ഷേമത്തിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു കൂടി പ്രാപ്യമായാൽ അതൊരു കുതിച്ചുചാട്ടമാകും ഈ തീരദേശ പഞ്ചായത്തിന്. അതിനാവശ്യമായ ദിശാബോധമുള്ള നേതൃത്വം എടവിലങ്ങിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇടവും വലവും പോരാട്ടങ്ങൾ മുറുകുക തന്നെയാണ്. ഇനി മുന്നോട്ട് എന്തെന്ന് കണ്ടു തന്നെ അറിയണം. മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും എടുത്തു മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നിർദ്ദേശം. തൃശൂരിൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരയെ രംഗത്തിറക്കും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.